ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷമീസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സമൂസയാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു 3 ഉരുളൻകിഴങ്ങ് സെൻറ്റർ കട്ട് ചെയ്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത്. അടുത്തതായി നമ്മൾ എടുക്കുന്നത് 3 സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കിലോ ചിക്കൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയുണ്ട്. നമ്മൾ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് നല്ല രീതിയിലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങാണ്. നമ്മളിത് നന്നായിട്ട് കയ്യിൽ വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മൾ നല്ല രീതിയിൽ ചട്ടകം വെച്ചൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. നമ്മളിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പച്ചമുളകും കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ സമൂസ ലീഫ് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തായിട്ട് മൈദപ്പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ള ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളൊരു പാത്രം വെച്ച് അതിൽ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഓരോ സമൂസ ആയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ സമൂസ ഒരു ഭാഗം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ സമൂസ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള സമൂസ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്നതാണ്. നമ്മൾ സമൂസ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ സമൂസ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.